കേരള സർവകലാശാല ആസ്ഥാനം വീണ്ടും സംഘർഷഭരിതമായിരിക്കുന്നു. ഇപ്പോൾ എവൈഎഫ്ഐ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. പോലീസ് ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം, മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധം എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് മുതൽ അവിടെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. AISFും DYFIയും പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ AIYF പ്രവർത്തകർ പ്രതിഷേധവുമായി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസ് സന്നാഹം രാവിലെ മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. മറ്റ് ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ നിന്നുള്ള പോലീസുകാർ ഉൾപ്പെടെ അവിടെ സുരക്ഷയ്ക്കായി ഒക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രൂക്ഷമായ ഭരണ പ്രതിസന്ധിയാണ് കേരള സർവകലാശാല അഭിമുഖീകരിക്കുന്നത്. രജിസ്ട്രാർ ചുമതലയേൽക്കാൻ എത്തിയിരിക്കുന്നു. അത് VCയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഡോക്ടർ അനിൽകുമാർ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ തടയണമെന്നൊക്കെയുള്ള VCയുടെ നിർദ്ദേശം അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, AIYFന്റെ പ്രതിഷേധമാണിപ്പോൾ കാണുന്നത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അല്പസമയം മുൻപ് SFI പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കേരള സർവകലാശാലയ്ക്ക് ഇടത് അനുകൂല യുവജന സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം AISF ആണ് അപ്രതീക്ഷിതമായി സർവകലാശാല കോമ്പൗണ്ടിനകത്ത് പ്രതിഷേധം നടത്തിയതെങ്കിൽ ഇപ്പോൾ DYFIയും കഴിഞ്ഞ് AIYFിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. AIYFിന്റെ പ്രവർത്തകർ കേരള സർവകലാശാല ആസ്ഥാനത്ത് മുദ്രാവാക്യം ഉയർത്തുന്നത് രണ്ടാം തവണ ജലപീരങ്കി പ്രയോഗം. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് രണ്ടാം തവണ AIYFിന്റെ മാർച്ചിന് നേർക്ക് ജലപീരങ്കി പ്രയോഗം. കേരള സർവകലാശാല കോമ്പൗണ്ടിനകത്തുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ പോലീസ് സന്നാഹം അടക്കം ഒരുക്കിയാണ് ഈ പ്രതിഷേധങ്ങളെ നേരിടാൻ ഇന്ന് പോലീസ് സന്നദ്ധമായത്. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള പ്രതിഷേധങ്ങൾ സർവകലാശാലയിലേക്ക് എത്തിയിട്ടില്ല. പകരം രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ എത്തി. അദ്ദേഹം VCയുടെ നിർദ്ദേശമടക്കമുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തെ പ്രവേശിപ്പിക്കരുത്, അവധിയിലുള്ള രജിസ്ട്രാറെ പ്രവേശിപ്പിക്കരുത്, അല്ലെങ്കിൽ സസ്പെൻഷനിലുള്ള രജിസ്ട്രാറെ പ്രവേശിപ്പിക്കരുതെന്ന VCയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തി. KS അനിൽകുമാർ, രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം ഈ VC പകരം ചുമതല കൊടുത്ത രജിസ്ട്രാറുടെ അവർക്ക് താഴേക്ക് വന്ന് ചുമതല എടുക്കാനോ അല്ലെങ്കിൽ രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് എത്താനോ കഴിഞ്ഞില്ല. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. വലിയ പോലീസ് സന്നാഹം നടത്തിയിട്ടുണ്ട്. രജിസ്ട്രാറുടെ മുറിക്കുള്ളിൽ, VCയുടെ മുറിക്ക് പുറത്തൊക്കെ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കുമ്പോഴാണ് സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിന് വെളിയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. AISFന്റെ പ്രതിഷേധം മാത്രമാണ് സർവകലാശാല ആസ്ഥാനത്തിനകത്ത്, കോമ്പൗണ്ടിനകത്ത് നടന്നത്. ഇപ്പോഴും AIYF പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. കുറച്ച് സമയത്തിനുള്ളിൽ രാജ്ഭവനിലേക്ക് SFIയുടെ ഒരു വലിയ മാർച്ച് അവർ സംഘടിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും അവരുടെ പ്രതിഷേധം അറിയിക്കും. കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിലെ നാടകീയ രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇവിടേക്ക് എത്തുന്ന തരത്തിലേക്ക് മണിക്കൂറുകൾ നീണ്ട ഒരു സംഘർഷമായിരുന്നു കഴിഞ്ഞ ദിവസം SFIയുടെ പ്രതിഷേധ മാർച്ചിനിടയിൽ ഉണ്ടായത്. സമാനമായി രാജ്ഭവനിൽ അവരുടെ പ്രതിഷേധം അറിയിക്കും. ചാൻസലർ കൂടിയായ ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രവുമല്ല, നിയമപരമല്ലാത്ത കാര്യങ്ങൾ സർവകലാശാലയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. VCമാരെ, ചില വൈസ് ചാൻസലർമാരെ അതിനായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അത്തരം വൈസ് ചാൻസലർമാർ അവർ സർവകലാശാലയിൽ നിന്ന് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇടത് യുവജന സംഘടനകളുടെ ആവശ്യം. പ്രത്യേകിച്ച് മോഹനൻ കുന്നുമേൽ വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരികെ എത്തി. പക്ഷേ സർവകലാശാല സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയാൽ അദ്ദേഹത്തെ ഉറപ്പായും തടയും എന്ന് SFIയും DYFIയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. AIYFും AISFും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. KSUവിന്റെ പ്രതിഷേധം പറഞ്ഞെങ്കിലും എപ്പോഴാണ് സമയമെന്ന് ഇതുവരെയും അവർ തീരുമാനിച്ചിട്ടില്ല. അതേസമയം അല്പസമയത്തിനുള്ളിൽ രാജ്ഭവനിലേക്ക് SFIയുടെ മാർച്ച് ഉണ്ടാകും. കൂടുതൽ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് മാർച്ച് നടത്താനാണ് നിലവിൽ ഇപ്പോൾ SFI തീരുമാനിച്ചിരിക്കുന്നത്. അനുജ, നിലവിൽ സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് നടക്കുന്നത് AIYF പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. രാവിലെ AISF പ്രവർത്തകർ സർവകലാശാല കോമ്പൗണ്ടിനുള്ളിൽ പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷം DYFI പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. അത് സർവകലാശാലയ്ക്ക് പുറത്ത് കണ്ടത്.